ഏത് മിത്തോളജി എടുത്തു പോയി കഴിഞ്ഞാലും മനുഷ്യനൊപ്പമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യം മരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? പിന്നെ അതേപോലെ അവതാർ എന്ന സിനിമ നിങ്ങൾ പലരും കണ്ടു കാണും. ആ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ എത്ര പേര് ശ്രമിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു വന്നത് വെറും നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം കാണുന്ന രീതിയിലുള്ള പോയി കണ്ട് വന്നു അങ്ങനെയല്ല. അതിലപ്പുറം ആ ഒരു സിനിമയ്ക്കുള്ളിൽ മറ്റൊരു സിനിമയുണ്ട്. ആ ഒരു സിനിമയെ കാണാൻ വേണ്ടി നിങ്ങൾ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട്? ശരിക്കും മനുഷ്യന് മാത്രമാണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. നല്ലൊരു മരത്തിന് നിങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറെ അടക്കം റീപ്ലേസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളാണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. സോ പരമാവധി നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്തേ, ഞാൻ സബീഷ് സാവിത്രി നാരായണൻ. ദ ലോസ്റ്റ് ഹിസ്റ്ററി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മരങ്ങളെ കുറിച്ച് നമ്മൾ ഇത്രയും കാലങ്ങൾ നമ്മൾ കേട്ട് പഠിച്ചു വെച്ചിട്ടുള്ളത്, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് നമുക്ക് ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മരങ്ങൾ എന്ന് മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനപ്പുറത്ത്, ഈ ഒരു ഓക്സിജൻ നമുക്ക് തരുന്നതിനപ്പുറത്ത് നമ്മുടെ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റാനുള്ള കഴിവ് മരങ്ങൾക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇല്ലെങ്കിൽ എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം? അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ഇന്നേ വരെ വന്നിട്ടുള്ള എല്ലാ സിനിമകളും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സിനിമകൾ. രണ്ട്, എൻ്റർടൈൻമെൻറ്റ് പ്ലസ് അതിനെ ഭാവിയിലേക്ക് ഡീകോഡ് ചെയ്യാനുള്ള പല കാര്യങ്ങളും അടക്കി വെച്ചിരിക്കുന്ന അത്തരം സിനിമകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ലൂസി, അവതാർ, ടെർമിനേറ്റർ, ഈ വക സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നതാണ്. കാരണം അതെല്ലാം ഒരു സിനിമ മാത്രമല്ല, അതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നത് ഒരുപാട് സിനിമകളാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പറഞ്ഞ പടങ്ങളിലെ ഏറ്റവും അവസാനം വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവതാർ എന്ന് പറഞ്ഞ ആ സിനിമ നമ്മൾ എടുക്കുകയാണെങ്കിൽ മരങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു തീവ്രമായ ബന്ധം അതിമനോഹരമായി കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അവതാർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ആ ഒരു സിനിമ കാണണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്നാൽ നിങ്ങൾ വീണ്ടും ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ആ ഒരു സിനിമ കാണണമെങ്കിൽ നിങ്ങൾക്ക് പല ചിത്രങ്ങളും നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന കാണാം. തൽക്കാലം നമുക്ക് സിനിമയുടെ മാറ്റിയെടുക്കാം. മറ്റൊരു കാര്യം നോക്കാം, അതായത് നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്ത് ചിലപ്പോൾ നിങ്ങളുടെ പരിചയക്കാരാവാം, നിങ്ങളുടെ കുടുംബക്കാരാവാം, കൂട്ടുകാരാവാം, അയൽവാസികളാവാം, ചെടികളെ അത്രയും സ്നേഹിക്കുന്ന, ചെടികളെയും പച്ചക്കറികളെയും എല്ലാം അത്രയും സ്നേഹിക്കുന്ന, ഇല്ലെങ്കിൽ അതിനും വേണ്ടി മാത്രം ഒരു ദിവസത്തിൽ കുറേ സമയം മനസ്സറിഞ്ഞ് ചെലവിടുന്ന ആരെങ്കിലൊക്കെ അത്തരം ആളുകളെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അവരുടെ നിന്ന് പോയി ചോദിച്ചു നോക്കണം, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെടികളുമായിട്ട് സംസാരിക്കാറുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു നോക്കണം. പലരും മടി കാരണം പുറത്തു വരില്ല. എന്നാൽ സത്യം അതല്ല. അവർ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു സംഭവങ്ങളിൽ ചെയ്യുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ ചെടികളടുത്ത് സംസാരിച്ചിരിക്കും. ഒന്നുകൂടി ഫ്രീ ആയിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ഇടപഴകുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് എല്ലാ കാര്യവും പറഞ്ഞുതരും. അതായത് നമ്മളൊരു ചെടിയെ പരിപാലിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അതിനെ വളർത്തി അതിന് വെള്ളമൊഴിച്ച് അതുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ഹീലിംഗ് ഉണ്ട്, ഒരു റിലാക്സേഷൻ ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ വക സംഭവങ്ങൾ അവർ നിങ്ങൾ തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോ, വെറും ഒരു ചെടിയുടെ കാര്യമാണ് പറയുന്നത്. വെറും ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് അതിനെ പരിപാലിച്ച് വളർത്തി കൊണ്ടുവരുമ്പോഴേക്കും, ഇല്ലെങ്കിൽ അതിനോട് സംസാരിക്കുമ്പോൾ, ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഹീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പോൾ വലിയ മരങ്ങളുടെ കേസ് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമുള്ള കാര്യം കൂടുതലാർക്കും അറിയില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ഇങ്ങനെയും ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും കുറച്ച് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫ്രണ്ട് ലിസ്റ്റിലേക്ക് നിങ്ങളൊരു മരത്തിനെ കൂടി ആഡ് ചെയ്യണം എന്നുണ്ടാവും. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് ഞാൻ ഈ പറയുന്നതെല്ലാം പൊട്ടത്തരമായിരുന്നു, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതിയിൽ അവർക്ക് അതിനെ കാണാൻ പറ്റും. അത് സ്വാഭാവികം മാത്രം. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം ഒരു മരത്തിന് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് ആക്കാൻ കഴിയും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സങ്കടകരമായ ഒരു അവസ്ഥയിൽ കൂടി പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒരു മരത്തിൻ്റെ സാമീപ്യം കൊണ്ട് മാത്രം അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും.
അതായത് മെൻ്റലി ഡൗൺ ആയിട്ട് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഒരു മരം തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ഒരു മരത്തിന് നിങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള എല്ലാ കഴിവും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മളെല്ലാം സാന്ത്വനിപ്പിക്കാൻ ഒരു മരത്തിന് കഴിയും എന്നാണ് പുതിയ പല പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മരങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത്തരം കഴിവുകളുള്ളത്, എങ്ങനെയാണ് നമുക്കത് നേടിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഈ കാര്യങ്ങളാണ്. അതിന് നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അതായത് നിങ്ങൾ ടൂർ പോകുമ്പോഴും അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ വീടിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു മരത്തിനെ നിങ്ങളൊന്ന് പോയിട്ട് ഹഗ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോകുമ്പോഴോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട്, അതായത് നിങ്ങൾക്ക് തൊടാൻ പറ്റിയ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം വലുപ്പമുണ്ടെന്ന് തോന്നുന്ന ഒരു മരത്തിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ മരത്തിനെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കണം. ജസ്റ്റ് ഹഗ്. അത് ഹഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് നഗ്നപാതനായിട്ട് വേണം പോകാൻ. അതായത് ചെരുപ്പിടരുത്, ഷൂസ് ഇടരുത്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ കൈയും കാലും ഒന്ന് വെള്ളം നനച്ച് കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പരിചിതമുള്ള ഏതെങ്കിലും ഒരു മരത്തിനെ പോയി, അത്യാവശ്യം വലുപ്പമുള്ള ഒരു മരത്തിനെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് 2 മിനിറ്റ് കണ്ണടച്ച് ഒന്ന് നോക്കും. ഇത്രയും കാലം നിങ്ങൾ അനുഭവിക്കാത്ത ഒരു എനർജി, ഒരു സുഖം, ഒരു ഹീലിംഗ് നിങ്ങളുടെ ബോഡിക്കുള്ളിലേക്ക് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മരത്തിനുള്ള കഴിവ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് വെറും ഒരു സാമ്പിൾ ഡോസ് മാത്രമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം, ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ദിവസവും ചെയ്യണമെങ്കിൽ അതിന് മറ്റൊരു രീതിയാണ്. അതായത് നിങ്ങൾക്ക് ദിവസവും ഒരു മരത്തിനെ പോയി ഹഗ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. നിങ്ങൾക്ക് എന്നും പോയി കാണാനും തൊടാനും പറ്റിയ ഒരു അല്ലെങ്കിൽ ഒരു മരം നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ പറമ്പിലായിക്കോട്ടെ, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തുള്ള ഒരു മരമായിക്കോട്ടെ, ആ ഒരു മരം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ആ മരത്തിനെ നിങ്ങൾ എങ്ങനെ സമീപിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ആ മരത്തിനോട് ചേർന്ന് ഒരു 1-2 മീറ്റർ അടുത്ത് വരെ പോയി നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് ചുറ്റിക്കട്ടി തിരിച്ചു വരാം. രണ്ടാമത്തെ ദിവസം വീണ്ടും പോയിട്ട് ആ 2 മീറ്റർ ഗ്യാപ്പ് എന്നുള്ളത് കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് അങ്ങനെ വീണ്ടും ഓരോ ദിവസം കൊടുത്തോളും. അതായത് ഒരു 6-7 ദിവസം കൊണ്ട് നിങ്ങൾ ആ മരത്തിൻ്റെ അടുത്തെത്തിയിരിക്കണം. അങ്ങനെ നിങ്ങൾ ആ മരത്തിനോട് ഒരു ഇടപഴകി ഒരു ബന്ധം സ്ഥാപിച്ച് നിങ്ങൾ ആ മരത്തിൽ പോയി കൈ വെച്ച് നോക്കണം. ആദ്യം ഒരു കൈ വെച്ച്, പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം 2 കൈ വെച്ച്, അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ മരത്തിനെ ഹഗ് ചെയ്യാൻ. ഒരിക്കൽ നിങ്ങൾ അങ്ങനെ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും, എനിക്കറിയാം, നിങ്ങൾ ദിവസവും അവിടെ പോയിട്ട് ഹഗ് ചെയ്യും. കാരണം നിങ്ങളും ആ മരവും തമ്മിൽ ഒരു ബന്ധം അവിടെ ഉടലെടുത്ത് കഴിഞ്ഞു. വെറും ഒരു ബന്ധം എന്ന് മാത്രമല്ല, നിങ്ങൾ ഹഗ് ചെയ്യുന്ന ആ ഒരു മരത്തിന് ഹഗ് ചെയ്യുന്ന ആ ഓരോ നിമിഷങ്ങളും അത്രയും എനർജി നിങ്ങളുടെ ബോഡിക്കുള്ളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാം ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഓരോ കർമ്മവും കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഓരോ മരങ്ങളും. നമുക്കറിയാം വളരുന്ന എല്ലാത്തിനും ജീവനുണ്ട് എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ ജീവനുള്ള എല്ലാത്തിനും ആത്മാവുണ്ട് എന്ന് ചോദിച്ചാൽ മരത്തിന് ആത്മാവുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇത്രയും നാളത്തെ എൻ്റെ അറിവുകൾ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഓരോ മരത്തിനും ആത്മാവുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഒരു മരത്തിന് ആത്മാവുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവതാർ എന്ന സിനിമയിൽ ആ ഒരു മദർ ട്രീ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മളെ ആ ഒരു സിനിമയിൽ ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിച്ചത്. അപ്പോൾ നമ്മളെ പണ്ടത്തെ ഭാരതീയ സംസ്കാരം എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു മരം മുറിക്കുന്നതിന് മുമ്പ് ആ മരത്തിൻ്റെ അനുവാദം വാങ്ങുന്ന ചടങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ ഭൂമിയാണെങ്കിൽ അവിടെ ഭൂമി കളിക്കുന്നതിന് മുമ്പ് ഭൂമി പൂജ എന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത്തരം കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് വെറും കോൺസ്പിറസി ആണെന്നോ കെട്ടുകഥയാണെന്നോ നിങ്ങൾക്ക് പലർക്കും തോന്നും. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവിടുത്തെ ഏതെങ്കിലും 4 ന്യൂസ് ചാനലുകൾ ഇതിനെക്കുറിച്ച് 4 വാർത്ത വിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന വിശ്വാസം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യം അതും എനിക്കറിയാം. കാരണം ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ മുമ്പിലുള്ള മീഡിയ, പേപ്പർ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, അതിനകത്ത് കൂടി 4 വാർത്ത വന്നു കഴിഞ്ഞാൽ അതുവരെ കണ്ടതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ അത് നേരിട്ടത് വിശ്വസിച്ചോളൂ. അതാണ് മീഡിയയുടെ പവർ. ഞാൻ പറഞ്ഞു വന്ന് വേറെ മറ്റൊന്നുമല്ല, ഇന്നിപ്പോൾ പലരും പറയുന്നുണ്ട് മരങ്ങൾക്ക് ആത്മാവ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, അതെല്ലാം വെറുതെ പറയാം. പക്ഷേ ഇതേ മീഡിയ നാളെ പറയാണ് മരങ്ങൾക്ക് ആത്മാവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും. ഏതായാലും അധികം കാലം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല മിക്കവാറും ആ ഒരു ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ശരിക്കും അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഓരോ ഹഗ്ഗിലും അവിടെ സൈലൻ്റായിട്ട് നടക്കുന്നത് ഒരു എനർജി ട്രാൻസ്ഫറാണ്. നിങ്ങളും മരങ്ങളും തമ്മിലുള്ള ആ ഒരു എനർജി ട്രാൻസ്ഫറിങ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മെൻ്റലി ഹാപ്പി ആയിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുകയും, അത്തരം ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, മനസ്സുകൊണ്ട് ഹാപ്പി ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത്, അല്ലെങ്കിൽ അത്തരം വ്യക്തികൾക്ക് ഒരുതരം രോഗങ്ങളും ഒന്നും പിടിപെടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിലൂടെ നടക്കുന്നത് കാരണം നമുക്ക് നമ്മളെ ബോഡിക്കും മൈൻഡിനും ഹീലിംഗ് കിട്ടുന്നതുകൊണ്ട് തന്നെ പലതരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പലരും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ആരും പോരുത്, ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഞാൻ ഈ ഒരു മരത്തിനെ കെട്ടിപ്പിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിങ്ങളാരും പോയിട്ട് പബ്ലിക്കിൽ, അതായത് ഏതെങ്കിലും ട്രാഫിക്കിലുള്ള മരത്തിനെ അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള മരത്തിനെ പോയിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇതിനൊക്കെ ഒരു ഒളിയും മറിയും ഉണ്ടായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു തൊലിക്കട്ടി വേണം. കാരണം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ അധികം ആരും ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടു പരിചയമില്ലാത്ത സംഭവമാണ്. അപ്പോൾ നാട്ടുമ്പുറത്തെല്ലാം പോയിട്ട് രാവിലെ തെങ്ങിൻതോപ്പിന് പോയിട്ട് ഏതെങ്കിലും ഒരുത്തം കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് പല ചീത്തപ്പേരുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വക സംഭവങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു പരീക്ഷണം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നട്ടപ്പാരിക്കൊന്നും പോയിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത്. മറ്റുള്ളവരുടെ അന്യൻ്റെ മതിലയാടിയിട്ട് അവിടെ വലിയ മരണ്ട് എന്നുള്ള പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യാൻ നിൽക്കരുത്. ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ രാവിലെ അതായത് ഒരു 10 മണിക്കുള്ളിൽ, രാവിലെ 10 മണിക്കുള്ളിൽ വേണം ഈ സംഭവങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ഇതിൻ്റെ ബോർഡ്സ് വർക്കാവുന്നത് അതായത് പബ്ലിക്കിലേക്ക് കൂടുതൽ ഈ ഒരു വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയേ തീരുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടവർ ഒരു ജസ്റ്റ് ലൈക്ക് അടിച്ചു വിടുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.